പീഡിപ്പിച്ചു എടുത്തു എന്നൊക്കെ പറഞ്ഞ് ചാനലുകളിൽ വരുന്നു. ഈ വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പെണ്ണുള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയത്തില്ല. ഏറ്റവും വലിയ അഴിമതി നടത്തി പെൺവാണിഭവം നടത്തിയ കക്ഷിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി. എന്നെ പീഡിപ്പിച്ചു, അല്ല എനിക്ക് മെസ്സേജ് തന്നു, എനിക്ക് എന്നെ വിളിച്ചു. കാരണം രണ്ട് കൈയുടെ കൂട്ടി അടിച്ചെങ്കിൽ മാത്രമേ ശബ്ദം കേൾക്കത്തുള്ളൂ. അപ്പോൾ ഒരു കൈ മാത്രം അടിച്ചെങ്കിൽ ശബ്ദം കേൾക്കത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് എടുത്ത നടപടി എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? നല്ല ഇത് തൃപ്തികരമായ നടപടിയാണോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിപ്രായം കൂടെ ചോദിച്ച് അറിഞ്ഞതിന് ശേഷമായിരുന്നു നടപടി എടുക്കേണ്ടത്. പക്ഷേ പാർട്ടി എടുത്ത നിലപാടിനോട് നമുക്ക് വിയോജിപ്പില്ല. പാർട്ടി പറയുന്ന കാര്യം പാർട്ടി പ്രവർത്തന നില അത് അംഗീകരിക്കുന്നു. പക്ഷേ ശരിയായിട്ടും ഇനി ഇതുപോലൊരു ആരോപണം ഒരാൾക്ക് നേരിടുകയാണെങ്കിൽ ഒരു അന്വേഷണം നടത്തിയിട്ടല്ലേ ശരിയായിട്ടും രാജിവെപ്പിക്കുകയോ? ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടമായിട്ട് എനിക്കുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പള്ളിക്ക പഞ്ചായത്തിലെ 10 വർഷം പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞാൻ ജില്ലാ പഞ്ചായത്ത് മത്സരിച്ച് 136 വോട്ടിന് പരാജയപ്പെട്ടു. ഞാൻ 25 വർഷം ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഞാൻ ഈ നാട്ടുകാരനാണ്. ആ വീടും ആ കുടുംബവും കോൺഗ്രസ് കുടുംബമാണ്. അവരുടെ അച്ഛൻ കോൺഗ്രസിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡൻ്റായിരുന്ന ആൾ തെന്നല ബാലകൃഷ്ണപിള്ള സാർ MLA ആയിരിക്കുമ്പോൾ ഈ അവിടെ നടക്കുന്ന സ്വീകരണങ്ങൾക്കും പരിപാടികൾക്കും മുഴുവൻ ഇവരുടെ വീട്ടിലാണ് ആഹാരവും കാര്യങ്ങളും ഒക്കെ ഒരുക്കിയത്. അന്ന് മുതൽ ആ വീടുമായിട്ടുള്ള ഒരു ബന്ധം, അല്ലാതെ രാഹുൽ മാങ്കൂട്ടം MLA ആയിക്കഴിഞ്ഞതിന് ശേഷമുള്ള ബന്ധമേ നമുക്കല്ല, അതിനു മുമ്പുള്ള ബന്ധമാണ്. അവർ കോൺഗ്രസ് ഫാമിലിയാണ്. ഈ അവിടെ വന്ന് ഇലക്ഷൻ സമയത്തും ഞങ്ങളെല്ലാം പാലക്കാട്ട് തിരഞ്ഞെടുപ്പും പരിപാടിയായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. ഇപ്പം ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ ഈ നാട്ടുകാരനൊരു വിഷയം വരുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ നാട്ടുകാരനെന്ന നിലയിൽ അവൻ്റെ ഭാഗം നമ്മൾ ശരിയോ തെറ്റോ എന്നുള്ളതല്ല പ്രശ്നം. നാട്ടുകാരൻ്റെ പ്രശ്നം വന്നപ്പോൾ അവനെ ആ സമയത്ത് കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ച ഒരു പാഠം. അതിനേക്കാട്ടിലുപരി ഈ നാട്ടിൽ ഒരാൾക്ക് പോലും അവനെതിരായിട്ടൊരു വർത്തമാനം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇവർ ഈ പറയുന്ന ഒരു കാര്യങ്ങളും എൻ്റെ കണക്കൂട്ടിൽ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. ഇവരെ പീഡിപ്പിച്ചു എടുത്തു എന്നൊക്കെ പറഞ്ഞ് ചാനലുകളിൽ വരുന്നു. ഈ വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പെണ്ണുള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയത്തില്ല. 4.5 വർഷം മുമ്പാണ് ഈ സംഭവം ഉണ്ടായെന്ന് പറയുന്നത്. അങ്ങനെയുണ്ടെ പെണ്ണിനെ കാണിക്കണ്ടേ, അങ്ങനെയുണ്ടെ കൊച്ചിനെ കാണിക്കണ്ടേ? ഇതൊന്നുമില്ലാതെ ആകാശത്ത് കുറേ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുറേ വരുന്ന ഒരു ഭാഗമല്ലാതെ മറ്റൊരു കാര്യവും നാട്ടുകാരെന്ന നില എനിക്കറിയത്തില്ല. ശരിയായിട്ടും ഒരാൾ സ്വഭാവം മോശമാണെങ്കിൽ ഏറ്റവും ആദ്യം അറിയേണ്ടത് സ്വന്തം നാട്ടിലാണ്. ഈ നാട്ടിൽ ആർക്കും അങ്ങനെ അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചില്ല. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾ ഇന്നലെ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. കോൺഗ്രസിൻ്റെ ആയാലും മണ്ഡലം പ്രസിഡന്റുമാരായാലും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇവിടെ വരികയും കാര്യങ്ങൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും നാട്ടുകാരുടെ ഭാഗത്തു നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾക്കാർക്കും ഇങ്ങനൊരു സംഭവം അറിയത്തില്ല. ഈ കഴിഞ്ഞ ഒരു 4 വർഷക്കാലമായിട്ട് കോൺഗ്രസിനെതിരെ വരുന്ന മുഴുവൻ ആരോപണങ്ങൾക്കും ശക്തമായി ചാനലുകളിൽ പോയിരുന്ന് മറുപടി പറഞ്ഞ് ഈ പാർട്ടിയെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് രാഹുൽ മാങ്കൂട്ടമാണ് എന്ന് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു മടിയും. പിണറായി വിജയൻ്റെ കണ്ണിലേക്കാരാണ്. അവനെ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകുമ്പം ഈ പോലീസ് ജീപ്പ് കിടക്കുന്ന സ്ഥലത്ത് വെച്ച് പോലീസ് ജീപ്പിൻ്റെ മുമ്പിൽ കയറി കിടന്നാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ മുണ്ടപ്പള്ളി സുഭാഷ്. അത് കഴിഞ്ഞ് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾ ഒറ്റക്കെട്ടായി ഇവിടെ നിന്ന് അവൻ അനുകൂലമായിട്ട് നിന്ന്. ഇതെല്ലാം പിണറായി വിജയനെ അതുപോലെ തന്നെ BJPയെയും ശക്തമായി എതിർത്ത കേരളത്തിലെ ഒരു യുവജന നേതാവാണ് രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ടാണ് ഈ പറഞ്ഞ 2 കക്ഷികൾ ഒരുമിച്ച് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പിന്തുണ കോൺഗ്രസ് പാർട്ടിക്കകത്ത് കിട്ടുന്നുണ്ടോ? കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇപ്പോഴത്തെ ഒരു വലിയൊരു സാധാരണഗതിയിൽ ആദ്യം ഒരു അന്വേഷണത്തിന് ശേഷം ഈ യൂത്ത് കൊണ്ട് സ്ഥാനം രാജിവെക്കണമെന്ന് പറയാം, അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നില്ല, അല്ലെങ്കിൽ സസ്പെൻഷൻ കൊടുക്കാം. ഇതൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. എന്താണ് ചെയ്തതായിട്ട് കാണുന്നില്ല? അതിൻ്റെ അകത്ത് UDFൻ്റെ സംസ്ഥാന കൺവീനർ ശ്രീ അടൂർ പ്രകാശ് പറഞ്ഞതാണ് സത്യം പറയാൻ വളരെ കൃത്യമായി പുള്ളി പറഞ്ഞ അഭിപ്രായമാണ്. എൻ്റെയും ആ ഒരു നിലപാട് അത് തന്നെയാണ്. ഞാൻ അടൂർ നിയോജകമണ്ഡലത്തിലെ UDFൻ്റെ കൺവീനറാണ്. അദ്ദേഹം പറഞ്ഞ നിലപാടിനോട് ഞാൻ 100% ആത്മാർത്ഥമായി യോജിക്കുന്ന ഒരവസ്ഥയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടെന്തായിരുന്നു പറയാം? അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് പറയുന്നത് രാഷ്ട്രീയകാര്യ സമിതി കൂടി അല്ലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാവരും വിളിച്ചു കൂട്ടി അവരുടെ അഭിപ്രായം കൂടെ അറിഞ്ഞതിന് ശേഷം മതി നടപടി എന്നുള്ള ഭാവമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയം വന്നപ്പോൾ പിടിയുന്നെന്തോ തിടുക്കത്തിൽ അദ്ദേഹത്തെ ഒന്ന് ചവിട്ടി താഴ്ത്താണ്ട് ആരൊക്കെയോ ശ്രമിക്കുന്ന പോലെ ഒരു തോന്നലാണ് വരുന്നത്. കാരണം ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ ഭയങ്കരമായിട്ടാണ് വാർത്തയാക്കുന്നത്. കാരണം പലരുടെയും പേരിൽ ഇങ്ങനെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അല്ല, ഈ കഴിഞ്ഞ പ്രാവശ്യം
ഏറ്റവും വലിയ അഴിമതി നടത്തി പെൺവാണിഭവം നടത്തിയ കക്ഷിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ. ആ ഗണേഷ് കുമാർ ആ മന്ത്രിസഭയിൽ തന്നെ ഇരിക്കുക, ഒരു നടപടിയുമില്ല. കൊല്ലം MLA ഇതിനേക്കാട്ടിലും വലിയ അപരാധങ്ങൾ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന ആളുകൾ വരെ ഈ ഇതിന് കേസിനകത്തിലെ പ്രതികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുക. അവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് വേണ്ടേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാവരും നേരെയാക്കാൻ നടക്കേണ്ടതെന്നുള്ളതാണ് ഞങ്ങളുടെ അല്ല. നമ്മുടെ പാരമ്പര്യം അങ്ങനെയല്ല, കോൺഗ്രസിന്റെ ആ സംസ്കാരമല്ല. അപ്പോൾ അവരെ നമ്മൾ അനുകൂലിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറ്റത്തില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് വ്യക്തത വരണം. അത് രാഹുൽ മാങ്കൂട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴും ഞാൻ കാണുന്ന ഒരു വിഷൻ എന്ന് പറയുന്നത് ചാനലുകളിൽ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന അല്ലാതെ ഒരു പെൺകുട്ടി വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു, അല്ല എനിക്ക് മെസ്സേജ് തന്നു, എനിക്ക് എന്നെ വിളിച്ചു എന്ന് പറയാൻ ഒരാൾ പോലും ഇല്ല. അപ്പോൾ ആകാശത്ത് നിൽക്കുന്ന ഒരു സാധനത്തിനെ കണ്ടുകൊണ്ട് പാർട്ടിക്കകത്തിൽ ഏറ്റവും നല്ലപോലെ സംസാരിക്കുന്ന CPM-നെയും BJP ഒരുമിച്ച് എതിർക്കുന്ന ഒരു നേതാവിനെ ഈ രൂപത്തിൽ പിന്നെ തേജോവധം ചെയ്യുമ്പോൾ പാർട്ടി കൂടെ നിൽക്കാതിരുന്നത് മോശമായിപ്പോയി. പിന്നെ പിണറായി വിജയ എന്ന് വിളിച്ച് സംബോധന ചെയ്ത ഒരേ ഒരാൾ, ശരിയായിട്ടും ആൾക്കാർ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് കൈയടി കിട്ടുകയും ചെയ്തു. അങ്ങനെ വിളിക്കുന്ന ഒരേ ഒരാൾ രാഹുൽ മാങ്കൂട്ടമായിരുന്നു. അങ്ങനെ പിണറായി വിജയൻ പുള്ളിയോടൊരു വൈരാഗ്യം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? പിണറായി വിജയന് പുള്ളിയോട് വൈരാഗ്യം ഉണ്ടായി എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ. അടൂർ പോലീസ് പോലും അറിയാതെ തിരുവനന്തപുരത്ത് നിന്ന് 10 പോലീസുകാരെ പറഞ്ഞു വിട്ട് ഈ രാത്രി മൊത്തം ഇവിടെ കാവല് കിടന്നിട്ട് വെളുപ്പാങ്കാലത്ത് അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. തീർച്ചയായിട്ടും ഇതിനു മുമ്പത്തെ സംഭവത്തിൽ ഉണ്ടായത് ഈ ഒരൊറ്റ ആ വൈരാഗ്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം, ഉറപ്പാണ്. അതിൻ്റെ പിന്നെ പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത പരാതിക്കാരില്ലാത്തതുകൊണ്ട് പോലീസിന് കേസെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടായിരിക്കാം അവർ കേസെടുത്ത് പോകാത്തതെന്നാണ് എൻ്റെ ഒരു തരം താഴ്ത്താൻ വേണ്ടി CPM-ഉം BJP-യുടെ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന കാര്യങ്ങളെല്ലാം. ഈ നടിയുടെ അച്ഛൻ എന്ന് പറയുന്നത് CPM-ന്റെ പ്രവർത്തകനും ദേശാഭിമാനിയുടെ അസിസ്റ്റന്റ് എഡിറ്ററും അതോടൊപ്പം തന്നെ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗവുമാണ്. അപ്പം അവരുടെ രാഷ്ട്രീയം എന്തുവാന്നുള്ള വളരെ വ്യക്തമാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ പിടിയുന്ന ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ട് വളർന്നതാണ്, അല്ലേ? അല്ലാതെ ഒരു രാഹുൽ മാങ്കൂട്ടം സാറേ ഇവിടുത്തെ മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. ഈ പെരിങ്ങനാട് മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായി. അവിടുന്ന് അവൻ KSU-വിലൂടെ വന്ന് പിന്നെ KSU-ൻ്റെ ജില്ലാ പ്രസിഡൻ്റായി ഒരു ദിവസം ഇരുന്നുള്ളൂ. അപ്പോഴത്തേന് ഈ പാർട്ടിക്ക് അതിലെ ഗ്രൂപ്പും കാര്യങ്ങളും കാരണം അവനെ അവിടുന്ന് മാറ്റി നിർത്തി. അത് കഴിഞ്ഞതിന് ശേഷം വന്ന് NSU-ൻ്റെ സെക്രട്ടറിയായി ഡൽഹി പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ വന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായ. അത് മാത്രമല്ല ചാനൽ ചർച്ചയിൽ കഷ്ടപ്പെട്ട് ആളിനെ ചേർത്ത് പ്രസിഡൻ്റായ ആളാണ്. ചാനൽ ചർച്ചയിൽ പോലും രാഹുൽ മാങ്കൂട്ടം അല്ലാതെ വേറെ ആളില്ല ഈ കോൺഗ്രസിനെ. നല്ല രൂപത്തിൽ പ്രതികരിക്കാൻ പറ്റിയ കക്ഷി വേറെ ആളില്ല. നേരത്തെ MLA ആകേണ്ട ഒരു വ്യക്തിയായിരുന്നു. ആറന്മുള പോലെയുള്ള മണ്ഡലത്തിൽ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ആറന്മുള നിയോജകമണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് വന്ന കൂട്ടത്തിലുമാണ്. അതും കറക്റ്റാണ്. പഞ്ചായത്ത് മെമ്പർ ഞാൻ പള്ളിക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു നേരത്തെ 2001. പേര് എൻ്റെ പേര് ശ്രീലേഖ. ആണോ? ഈ രാഹുൽ മാങ്കൂട്ടത്തെ വളരെ ചെറുപ്പം മുതലേ അറിയാൻ ഞാൻ ഈ നാട്ടുകാരിയാണല്ലോ. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറുപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി യാതൊരു വിധമായ കുറ്റങ്ങൾ പറയാൻ ഈ നാട്ടുകാരോ അല്ലെങ്കിൽ മറു ഭാഗത്തുള്ള ആരും തന്നെ ഇല്ല. കാരണം ഇതേപോലെ നല്ലൊരു ചെറുപ്പക്കാരൻ വളർന്നു വരുന്ന ഒരു യുവതലമുറയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ ആ പുള്ളി ആരോ എങ്ങനെയോ കെണിയിൽപ്പെടുത്തിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ നാട്ടുകാരിയാകുമ്പോൾ നമുക്കും വളർന്നു വരുന്ന ഭാവിയിൽ ചിലപ്പോൾ ഒരു മുഖ്യമന്ത്രി ആവേണ്ട ഒരാളായിരിക്കാം രാഹുൽ മാങ്കൂട്ടം. അപ്പം എങ്ങനെങ്കിലും വളർന്നു വരുന്ന തലമുറയെ ചവിട്ടി താഴ്ത്തുക എന്നുള്ളതാണല്ലോ ബാക്കിയുള്ളവരുടെ. MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ എന്നവർ പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല. കാരണം എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നടിക്കുന്ന ഒരു കൊടുങ്കാറ്റാണ് രാഹുൽ മാങ്കൂട്ടം. ആ കൊടുങ്കാറ്റിനെ പെട്ടെന്ന് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ബാക്കി ആൾക്കാരുടെ പണിയെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ചെറുപ്പക്കാർ വളർന്നു വരട്ടെ, അല്ലേ? ചെറുപ്പക്കാർ വളർന്നു വന്നെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിനും ജനത്തിനും രാജ്യത്തിനും വേണ്ടി നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് എനിക്ക് അല്പം കൂടെ ശ്രദ്ധ വേണ്ടതായിരുന്നു എന്നൊരു ഉണ്ട് തീർച്ചയായിട്ടും. പിന്നെ എല്ലാവരും പറഞ്ഞു സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മുൻഗണന. പക്ഷേ സ്ത്രീകളും ഒട്ടും മോശമല്ല, അല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇപ്പം ഞാൻ ഉൾപ്പെടെ ഞാനൊരു സ്ത്രീയാണ്. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് പ്രതികരിച്ചാൽ നമുക്ക് അങ്ങോട്ട് പ്രതികരിക്കാൻ പറ്റുമോ? ഇഷ്ടമില്ല എങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. അപ്പം ഇത് രണ്ട് ഭാഗത്തും അതേ ഉള്ളൂ. രണ്ട് കൈയോടെ കൂട്ടിയടിച്ചെങ്കിൽ മാത്രമേ ശബ്ദം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മേലിൽ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കണം
കൊടുക്കണം എന്ന് പറയുന്നു. പക്ഷേ അതിനകത്ത് എനിക്ക് കൂടുതൽ സംരക്ഷണം കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് വേണ്ട രീതിയിൽ വേണ്ടതുപോലെ വേണ്ട സമയത്ത് പ്രയോഗിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. കാരണം 2 കൈയുടെ കൂട്ടി അടിച്ചെങ്കിൽ മാത്രമേ ശബ്ദം കേൾക്കത്തുള്ളൂ. അപ്പോൾ ഒരു കൈ മാത്രം അടിച്ചെങ്കിൽ ശബ്ദം കേൾക്കത്തില്ല. അപ്പോൾ 2 ഭാഗത്തു നിന്നും തെറ്റുകളുണ്ടാവാം. പക്ഷേ അത് ക്ലിയർ ചെയ്യേണ്ടത് 2 പേരൂടെ ക്ലിയർ ചെയ്തെങ്കിൽ. പക്ഷേ ഞാൻ പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന് വളർന്നു വരുന്ന നല്ലൊരു യുവ നേതാവാണ്. ആ നേതാവിനെ തല്ലിക്കെടുത്താൻ ആണ് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് മൊത്തം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.